ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 1 കിലോവാട്ട് സോളാർ PCUവിലേക്ക് എബവ് ഇൻസ്റ്റലേഷൻ പാനലുകൾ, ബാറ്ററി മുതലായവ എങ്ങനെ വയർ ചെയ്യാമെന്ന് പഠിക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റിന്റെ കമ്പോണൻസ് ഇന്റർകണക്ട് ചെയ്യുവാനുള്ള വയറിംഗ് നടത്താൻ പഠിക്കും. ആവശ്യം വരുന്ന ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്: ഫിനിഷ്ഡ് സോളാർ പാനൽ മൗണ്ട്, ഫിനിഷ്ഡ് AJB വയറിംഗ്, ഫിനിഷ്ഡ് ബാറ്ററി ബാങ്ക്, PCU അതായത് പവർ കൺട്രോൾ യൂണിറ്റ് ഓർ ഇൻവെർട്ടർ. സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിന്റെ കോമ്പോണൻസിന്റെ നടുവിലുള്ള ഇന്റർ കണക്ഷൻസ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6 സോണാൽ പാനൽസ് കൊണ്ട് 2 ബ്രാഞ്ചസ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചുകളിലും സീരീസ് കണക്ഷനുകളിൽ 3 പാനൽസ് ഉണ്ടാവും. ഓരോ ബ്രാഞ്ചുകളിലും പോസിറ്റീവ് ടെർമിനൽസ് എല്ലാം തന്നെ റെഡ് കളർ വയർ കൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇത് MCB1 ഓർ DC ഡിസ്കണക്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നെഗറ്റീവ് ടെർമിനൽസ് എല്ലാം ബ്ലൂ കളർ വയർസ് ആയിരിക്കും. ഇത് AJBയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒപ്പം വരുന്ന ഇൻപുട്സ് പ്ലസ് ഓർ മൈനസ് ആയിട്ട് മാർക്ക് ചെയ്യും. AJB വയർസിൽ വരുന്ന ഔട്ട്പുട്ട് ചാർജ് കൺട്രോളറിൽ ഇൻപുട്ടായിട്ട് വരുന്നത് പോലെ MCB2 ഓർ DC ഡിസ്കണക്ടറിലൂടെ ശരിയായ കളർഡ് വയർസ് ആൻഡ് സൈസ് കൊണ്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ചാർജ് കൺട്രോളറിൽ നിന്നും ഔട്ട്പുട്ട് വയർസ് MCB3 ഓർ DC ഡിസ്കണക്ടർ വഴി ബാറ്ററി ബാങ്കിലേക്ക് കൊടുക്കുന്നു. ബാറ്ററി ബാങ്കിന്റെ ഔട്ട്പുട്ട് വയർസ് ഇൻവെർട്ടർ ഇൻപുട്ട് ടെർമിനൽസിലേക്ക് MCB4ലൂടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നു. ഇൻവെർട്ടർ DC പവർ എടുത്തുകൊണ്ട് AC പവർ ഉൽപ്പാദിപ്പിക്കും. ഈ പവറാണ് MCB5 ഓർ AC ഡിസ്കണക്ടറിലൂടെ ട്രാൻസ്ഫോമറിലേക്ക് അത് ഇൻപുട്ടായിട്ട് പോകും. ശരിയായ രീതിയിൽ ഗ്രൗണ്ടിംഗ് ഓർ എർത്തിങ് ചെയ്തിരിക്കണം. മെയിൻ AC ഡിസ്കണക്ട് വഴി ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ പാനലുമായിട്ട് കണക്റ്റായി AC ലോഡും കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റ് ഇന്റർ കണക്ഷനിലുള്ള കോമ്പോണൻസിന്റെ വയറിംഗ് ചെയ്യുന്നത് നോക്കാം. ഈ പ്രക്രിയയിൽ മൗണ്ടിംഗ് സ്ട്രക്ചർ ഫിക്സ് ചെയ്തതിനു ശേഷം സോളാർ പാനൽസ് മൗണ്ടിൽ ഫിറ്റ് ചെയ്തതിനും ശേഷമാണ് സോളാർ പാനൽ വയറിംഗ് ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നമ്മൾ സോളാർ ഫോട്ടോവോൾട്ടിക് പാനൽസ് അറേ ജംഗ്ഷൻ ബോക്സുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇൻവെർട്ടർ ഇൻപുട്ട് വരുന്നതുവരെ വയർ അല്ലെങ്കിൽ കേബിൾ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോളാർ ടെക്നീഷ്യൻസ് പിന്നെ കണക്ടേഴ്സിനെ അസംബിൾ ചെയ്യുന്നത് വയറിംഗ് ആൻഡ് ഇൻവെർട്ടർ ഇൻപുട്ട് വരെ എക്സ്റ്റെൻഡ് ആയിരിക്കണം. ഇതിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാൽ ഇത് ചെയ്യാനുള്ള കണക്ടർ ഐഡന്റിഫൈ ചെയ്യണം, ടെർമിനൽസ് ക്രിംപ് ചെയ്യണം, പാനൽസ് ഇന്റർ കണക്റ്റും ചെയ്യണം, പിന്നെ കോൺഡ്യൂറ്റ് പൈപ്പ് ലൈനിങ് അണ്ടർഗ്രൗണ്ട് കേബിളും ഇടണം. N ടെർമിനൽ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ സോളാർ ഫോട്ടോവോൾട്ടിക് പാനൽസ് ഇന്റർ കണക്ട് ചെയ്തിട്ട് അറേ ജംഗ്ഷൻ ബോക്സ് വയർ ചെയ്യണം. 1 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് ഓഫ് ഗ്രിഡ് പ്ലാന്റിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് ഫിനിഷിംഗ് നമുക്ക് നോക്കാം. ചാർജ് കൺട്രോളർ വയറിംഗ് ചെയ്യണം. ഇൻ കേസ് അത് വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ ആവശ്യമാണ്. ചാർജ് കൺട്രോളർ അഥവാ ഇൻവെർട്ടേഴ്സ് ബാറ്ററി ബാങ്കുമായിട്ട് കണക്ട് ചെയ്യണം. ആ കേസ് ചിലപ്പോൾ DC ഡിസ്കണക്ടർ വഴിയും ആവാം. കളർഡ് കേബിൾസ് യൂസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ യൂണിറ്റ്സുമായിട്ട് കണക്ട് ചെയ്യണം. സാധാരണയായി ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് കളർ വയർസ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ കേബിൾസ് നെഗറ്റീവ് കണക്ഷനും പിന്നെ റെഡ് കളർ വയർസ് പോസിറ്റീവ് കണക്ഷനും അതിനുശേഷം എർത്തിങ്ങിനു വേണ്ടി ഗ്രീൻ കളർ കേബിൾസുമാണ് യൂസ് ചെയ്യാറ്. DC ഡിസ്കണക്ട് വഴി കമ്പൈനർ ബോക്സിന്റെ സോളാർ അറേ ഔട്ട്പുട്ടിനെ ചാർജ് കൺട്രോളറുമായി കണക്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. ചാർജ് കൺട്രോളർ ഔട്ട്പുട്ട് DC ഡിസ്കണക്ട് വഴി PCU ഓർ ഇൻവെർട്ടറിന്റെ ഇൻപുട്ടുമായിട്ടും കണക്ട് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. PCU ഓർ ഇൻവെർട്ടറിൽ ചാർജ് കൺട്രോളർ ഇന്റേണൽ ആണെങ്കിൽ അപ്പോൾ ബാറ്ററി ടെർമിനൽസ് PCU ഓർ ഇൻവെർട്ടറിൽ ഉള്ള കറസ്പോണ്ടിങ് ഇൻപുട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഡിസ്കണക്ട് ഓർ MCB നമ്മൾ ഒരിക്കലും സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല. എല്ലാ വയറിങ്ങും കറക്റ്റ് ആയിട്ടിരിക്കണം. പ്രിക്കോഷൻസ്: ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കാതിരിക്കാൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഹാൻഡ് ഗ്ലൗസും സേഫ്റ്റി ഷൂസും അണിയേണ്ടത് ആവശ്യമാണ്. എല്ലാ എക്യുപ്മെന്റ്സിലും ഉള്ള എർത്തിങ് പോയിന്റ്സ് ശരിയായി കൊടുത്തിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി ബാങ്ക്, AJB, ഇൻവെർട്ടർ പിന്നെ CCയിൽ ഉള്ള മുഴുവൻ ഇന്റർ കണക്ഷനുകളും വ്യത്യസ്തമായ കളർ വയർസ് ആണോ യൂസ് ചെയ്തിരിക്കുന്നതെന്നും ചെക്ക് ചെയ്യണം. ഡിഫറെന്റ് പോയിന്റ്സിൽ നിന്നും വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ ഡാമേജ് അവോയ്ഡ് ചെയ്യുവാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള റേഞ്ച് ആൻഡ് മോഡ് ഓഫ് മൾട്ടിമീറ്ററും സെലക്ട് ചെയ്യണം. ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ജോലി ഈസി ആയിട്ട് തീരും. കോഷൻസ് നിർബന്ധമായും ഫോളോ ചെയ്യുക. എല്ലാ സർക്യൂട്ട് ബ്രേക്കേഴ്സും സ്വിച്ചസും നിർബന്ധമായിട്ടും ഓഫായിട്ട് തന്നെ ഇരിക്കണം. കമ്മീഷൻ സ്റ്റാർട്ട് ആകുന്നതുവരെ എല്ലാ ഫ്യൂസുകളും റിമൂവ് ചെയ്ത് പ്രത്യേകം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതും ആവശ്യമാണ്. DC യുടെ വോൾട്ട് 70 വോൾട്സിനും മേലെയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്.
സോളാർ പാനൽസിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ DC വോൾട്ട്സ് ജനറേറ്റ് ആകാൻ തുടങ്ങും. പ്ലാന്റ്സിന്റെ കപ്പാസിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ വർക്ക് എത്ര നാൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റിന്റെ കമ്പോണൻസ് ഇന്റർകണക്ട് ചെയ്യാനുള്ള വയറിംഗ് നടത്താൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് എല്ലാം നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.